ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതൊക്കെ നല്ല അടിപൊളി അയില കേട്ടോ, നല്ല ഉറപ്പില്ല സൈസ്, നല്ല അടിപൊളി അയില കിട്ടിക്കണേ. അപ്പൊ ഇത് നമുക്ക് കൊടുമ്പുളി വെച്ചിങ്ങാണ്ട് ഞാനൊന്നേ നല്ല എന്താ ഒരു മുളക് ഇട്ടുങ്ങാണ്ട് മുളക് ഇതാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ഇതാക്കുന്ന ആവശ്യത്തിലുള്ള സാധനങ്ങളാണ് കൊച്ചുള്ളിയും എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ അതേപോലെ മല്ലിച്ചെപ്പും പിന്നെ ഇത് വലിയ ഉള്ളി കേട്ടോ. വലിയ ഉള്ളി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ തക്കാളി, കുരുമുളക്. അപ്പൊ ഇത് എന്താ പറയുക, ഇതെല്ലാം നമുക്ക് എല്ലാം ഒരുമിച്ച് ക്രഷ് ചെയ്യുക ചെയ്യുന്നത്. മിക്സിന്റെ ജാറിലിട്ട് കാണ്ട് ഒരുമിച്ച് ക്രഷ് ചെയ്ത് കാണ്ട് എടുക്കുക. അപ്പൊ ഇതിക്കൊരു ഞാൻ കുറച്ച് എന്താ വലിയ ജീരകം കൂടി എടുക്കട്ടെ കേട്ടോ. നമുക്കെന്താ പറയുക, വലിയ ജീരകത്തിന്റെ ആവശ്യമില്ല. പക്ഷെ വലിയ ജീരകം നമ്മളെല്ലാ ഇതിക്ക് ഉൾപ്പെടുത്തുമ്പോൾ നല്ലതാണ്. നമ്മളെ വയറിനും ഇതിനൊക്കെ നല്ല ഇത് കിട്ടും. അപ്പൊ ഞാൻ ഇതൊന്ന് ക്രഷ് ആക്കട്ടെ. ഈ സമയത്ത് ഇതാക്കണം നമുക്ക് ഇതാക്കണം ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചു. അപ്പൊ നമുക്ക് കടുക് കിട്ടുന്ന കടുകും ഉലുവി ഇട്ടുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അത്യാവശ്യത്തിൽ ഇങ്ങനെ കടുകൊക്കെ ഇട്ട അപ്പൊ ആ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. പിന്നെ അതേമാതിരി നമ്മളെ കൊടുമ്പുളി കേട്ടോ. അപ്പൊ ഇതിന്റെ ഞാൻ ക്രഷ് ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് ഇതിന്റെ എല്ലാ ഫ്ലേവറും ഇതിലേക്ക് ഇറങ്ങി വരട്ടെ കേട്ടോ. ഫ്ലേവറൊക്കെ ഇറങ്ങിട്ടോ. ഇനിയിപ്പോ മഞ്ഞപ്പൊടി ഇതേപോലെ. അപ്പൊ നമ്മള് സിമ്മ് കുറക്കണം കേട്ടോ. സിമ്മ് കുറച്ചങ്ങാണ്ട് വേണം ചെയ്യണം. പിന്നെ അതേപോലെ മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇടുക. നമ്മൾ അയിലൊക്കെ വെക്കുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതിക്ക് ഞാൻ ചില്ലി പൗഡർ ഇടുന്നില്ല കേട്ടോ. റെഡ് ചില്ലി യൂസ് ആക്കണില്ല. അപ്പം നമ്മളെ കൊടുമ്പുളിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ മസാല ഇന്നുണ്ടല്ലോ, എന്താ ഉലുവ, കടുക് പിന്നെ അതേപോലെ ഈ മസാല ഇട്ടിൻ്റെ ഉണ്ടല്ലോ, ആ ഫ്ലേവറിന്റെ സ്മെല്ല് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വേറെ ഇങ്ങനെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ച് വെച്ച എല്ലാ മസാലകളും ഉണ്ടല്ലോ ഇതിൽ കണ്ട് ഒഴിക്കുക. മസാല തന്നെ ആയിക്കോട്ടോ. കഴിക്കാൻ ഇതേപോലെ ടേസ്റ്റ് ആയിരിക്കും. ഓയ് എന്തമ്മ എന്താമ്മ ഇനി ഞാൻ ഇതാക്കണേ. ഇതൊന്നും ഇങ്ങോട്ട് നല്ലോണം ഇതിൽ കിടന്നങ്ങാണ്ട് ഇങ്ങോട്ട് ഇതിന്റെ ഫ്ലേവറുകളൊക്കെ എല്ലാം ഉണ്ട് ആവട്ടെ കേട്ടോ. അത് കുറച്ച് ഞാൻ ഒന്ന് ചുഴക്കി പാരട്ടെ. എനിക്ക് പോയിച്ചറിയാം ആണോ? ആണെങ്കിൽ അതിന്റെ മസാല എടുത്താക്കാനാണ്. നമുക്ക് ഫ്ലെയിം ആണ് കൂട്ടുക. ഇതിപ്പോ ഏകദേശം ഇതിന്റെ കളർ ഇട്ട് വ്യത്യാസം വന്നു. ഇനി ഞാൻ വെള്ളം ഇട്ട് ചുഴറ്റിപ്പാര്. നല്ല കുറുന്നനല്ലേ, നല്ല. അപ്പൊ ഇതിലിപ്പോ ഞാൻ കാണിക്കുന്നത് എന്താ ചെയ്തിട്ടെന്നറിയോ, വലിയുള്ളി നമ്മൾ വെട്ടിയിട്ടിങ്ങാണ്ട് ഇങ്ങനെ വേറെ വലിയുള്ളി ഇങ്ങനെ നമ്മൾ കഷ്ണം മുറുക്കി വെക്കൂല, ഇത് വലിയുള്ളി എല്ലാം ക്രഷ് ചെയ്തിട്ടാണ്. ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക കേട്ടോ. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ടേ നമുക്ക് ഇനി മീനിടാൻ പറ്റുള്ളൂ. ഞാൻ ചൊളാണ്ടി നമ്മളെ പഞ്ഞിപ്പുല്ലുണ്ടല്ലോ, ചൊളാണ്ടി ഇതാക്കാൻ വേണ്ടിയിട്ട് അത് ഇതാക്കി ഇങ്ങനെ ഞാൻ മിക്സിന്റെ ജാറിലിട്ട് അടിച്ചെടുത്തൊക്കെ കേട്ടോ. നമ്മള് പൊടിപ്പിച്ചൊക്കെ അല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഓൾറെഡി ഇങ്ങനെ ചെയ്യലാണ്. ഇങ്ങനെ ആകുമ്പോ നമ്മള് ഇതിന്റെ ഇതൊന്നും നമ്മൾ ഈ ഉമ്മികൾ ഇതൊന്നും നമ്മളെ അധികം ആവൂല. അപ്പൊ ഇങ്ങനെ അരിച്ചെടുക്കണേ. ആ സമയത്ത് ഇതാക്കണ നമ്മളെ മീൻ അതാക്കണ ഇങ്ങനെ തിളക്കണ മീനിന്റെ മസാല കേട്ടോ. അപ്പൊ ഈ ടൈമിൽ നമുക്ക് ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളിയൊക്കെ നമ്മളെ ക്രിസ്മസിനൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി, കുരുമുളകൊക്കെ ഇട്ടുങ്ങാണ്ട് എല്ലാം ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി എല്ലാവരും. ക്രിസ്മസിന് നല്ല എല്ലാ സമയത്തും ഇപ്പോഴാണെങ്കിൽ എപ്പോഴും നമുക്കൊന്ന് ഉണ്ടാക്കിയാണ്ട് വെച്ചിട്ട് ഇത് കാണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കറി ലീഫും കൂടി ഇട്ടിട്ട് നല്ലോണം അടച്ചുകൊണ്ട് വെക്കുക. നല്ല അടിപൊളിയായിരിക്കും ഇത്. അടിപൊളി ആയിരിക്കും എന്നല്ല, നല്ല ഗംഭീര ടേസ്റ്റാണ്. അപ്പൊ ഇതാക്കണേ, നമ്മളെ മീനും റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഇത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി തുറന്ന് വെക്കുക. തുറന്ന് വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റിക്കുക കേട്ടോ.
ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. ഞങ്ങൾക്ക് നിറഞ്ഞിപ്പോൾ ഇതിക്ക് ചപ്പാത്തിക്കാണെങ്കിലും വെള്ളപ്പത്തിക്കാണെങ്കിലും ചീയപ്പത്തിക്കാണെങ്കിലും ഇഡ്ലിക്ക് വരെ ഇത് യൂസ് ആക്കാം. നല്ല ടേസ്റ്റ്. നൂൽപുട്ടൊക്കെ ഉണ്ടാവില്ല, ഇടിയപ്പൊക്കെ, അതിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ ഈ സൈഡിൽ ഇതാക്കുന്നത് ഞാൻ നമ്മളെ ചൊളാണ്ടി ഉണ്ടല്ലോ, പാലൊക്കെ ഒഴിച്ച് ചൊളാണ്ടി ഉണ്ടാക്കി വെക്കുകയാണ്. അതിലിപ്പോൾ ഞാൻ എന്താ നമ്മൾ കുറച്ചൊരു സാൾട്ട് ഇട്ട് കണ്ടാണ്, പിന്നെ കുറച്ച് സാധാ ഷുഗർ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യുക. എന്താ ഇനിയിപ്പോൾ കൽക്കണ്ടം അല്ലെങ്കിൽ നമ്മളെ ശർക്കര, പഞ്ചസാര, ഏത് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതാ കണ്ടില്ലെങ്കിൽ ഞാൻ വെള്ളം കാച്ചി വെച്ചിരിക്കുന്നത് നമ്മൾ എന്താ അടക്കപ്പഴല്ലേ, പേരക്കൻ്റെ ഇല ഇട്ട് കണ്ടാണ് ഞാൻ വെള്ളം കാച്ചി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിക്ക് സിയാസീഡൊക്കെ ഇട്ടിട്ട് സിയാസീഡ് ഇട്ട് വെച്ചു. പക്ഷെ ഇത് ഒന്നായിട്ട് ഇതിക്ക് ഞാൻ വെള്ളത്തേക്ക് ഞാൻ ഒഴിച്ച് വെക്കൂല, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് വെക്കും. എന്നിട്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇതാക്കി വെക്കും. അപ്പം എന്താ ആരെങ്കിലുമൊക്കെ വെള്ളം നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ വെള്ളം ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ഇടാൻ പറ്റൂലല്ലോ. അപ്പം ഇതിൻ്റെ ഇതും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഇത് അതിന് വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ് ഇങ്ങനെ. അപ്പോൾ ഈ സൈഡിൽ കണ്ട് ഞാൻ ചോറ് ഇങ്ങനെ ഊറ്റി വാർക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ്. ചോറായി. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടെക്കുന്നത് നമ്മളെ അടിപൊളി കേബേജ് തോരൻ കേട്ടോ. എളുപ്പം പോയി കണ്ട് നമ്മളെ ലിങ്കിൽ നമ്മളിതിൽ പോയി നോക്കുക നിങ്ങൾക്ക് ഇത് എല്ലാം അടിപൊളിയായിട്ട് കാണുക. എല്ലാം ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പം നമ്മുടെ മീൻകറി എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങണം. ഈ ടൈമിലൊന്നും മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. നമ്മൾ അടിച്ചു വാരാനോ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മഞ്ഞായിട്ട് കോട ഇങ്ങോട്ട് ഒന്നായിട്ട് മൂടി വെക്കണം. ഇപ്പോൾ കുറച്ചിങ്ങനെ തെളിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇതിലേറെ കോടയാണ്, നമ്മളിങ്ങനെ കാണൂല, ഇങ്ങനെ കാണൂല അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ വെട്ടുന്നുണ്ട്, പെരും കോടയാണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ